ലോകം കീഴടങ്ങും, പക്ഷെ അതിനെ കീഴടക്കുന്നവൻ നട്ടെല്ലുപോലെ കരുത്തുള്ളവനായിരിക്കണം. കൂടാതെ ഒരു വിവാഹിതനായ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് അവന്റെ നിശബ്ദതയിലാണ്. ആചാര്യ ചാണക്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ആധുനിക പുരുഷൻ മറന്നുപോയ ഒരു കൈപ്പേറിയ സത്യം പറഞ്ഞിരുന്നു. സ്വന്തം ആളുകളിൽ നിന്ന് എന്ത് മറച്ചുവെക്കാനാണ് എന്ന് ആളുകൾ ചോദിക്കും. ഭാര്യ അർദ്ധാംഗിനിയാണെന്നും അവളോട് എന്ത് രഹസ്യമാണെന്നും ആളുകൾ പറയും. എന്നാൽ ഓർക്കുക, വേരുകൾ ഭൂമിക്ക് പുറത്തു കാണാൻ തുടങ്ങുന്ന മരം കടപുഴകി വീഴാൻ അധികം സമയം വേണ്ട. ഒരു വിവാഹിതനായ പുരുഷന്റെ ജീവിതം ഒരു യുദ്ധക്കളത്തിൽ കുറഞ്ഞ ഒന്നല്ല. പുറത്ത് ലോകത്തോട് പോരാടണം, ഓഫീസിലെ രാഷ്ട്രീയം നേരിടണം, വീട്ടിൽ ഒരിക്കലും തീരാത്ത പ്രതീക്ഷകളുടെ ഭാരവും ചുമക്കണം. ചാണക്യൻ പറയുന്നു, ഒരു പുരുഷന്റെ ഏറ്റവും വലിയ രഹസ്യം അവന്റെ ദൗർബല്യമാണ്. നിങ്ങളുടെ ദൗർബല്യം നിങ്ങളുടെ അർദ്ധാംഗിനിയുടെയോ ലോകത്തിന്റെയോ മുന്നിൽ വെളിപ്പെടുത്തിയാൽ നിങ്ങളുടെ പരിച നിങ്ങൾ തന്നെ തകർത്തു എന്ന് മനസ്സിലാക്കുക. ഈ സമൂഹവും ഈ ബന്ധങ്ങളും വികാരങ്ങളിലല്ല, മറിച്ച് അധികാരത്തിന്റെ സന്തുലിതാവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് എവിടെയാണ് മുറിവേൽക്കുക എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ചൂഷണം ആരംഭിക്കും. ഇന്നത്തെ കാലത്ത് നമ്മളൊരു തുറന്ന പുസ്തകമാകാൻ ശ്രമിക്കുന്നു. എല്ലാം തുറന്നു പറഞ്ഞാൽ സ്നേഹം കൂടുമെന്ന് നമ്മൾ കരുതുന്നു. അല്ല, എല്ലാം തുറന്നു പറയുന്നത് നിങ്ങളുടെ ബഹുമാനം കുറയ്ക്കുക മാത്രമേയുള്ളൂ. ചാണക്യനീതിയുടെ ആ ആഴത്തിലുള്ള രഹസ്യം പറയുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, നിങ്ങളുടെ പഴയ പരാജയങ്ങൾ, വരാനിരിക്കുന്ന വലിയ പദ്ധതികൾ എന്നിവ എപ്പോഴും മറച്ചുവെക്കുക എന്നാണ്. ഒരു വിവാഹിതനായ പുരുഷൻ തന്റെ ഓരോ ചെറിയ പ്രശ്നങ്ങളും ഭാര്യയുമായി പങ്കിടാൻ തുടങ്ങുമ്പോൾ ഒരു സംരക്ഷകൻ എന്ന നിലയിലുള്ള അവന്റെ പ്രതിച്ഛായ പതുക്കെ മങ്ങാൻ തുടങ്ങുന്നു. ഒരു സ്ത്രീ പ്രകൃതിദത്തമായി സുരക്ഷ ആഗ്രഹിക്കുന്നു. തന്റെ സംരക്ഷകൻ തന്നെ ഭയപ്പെട്ടിരിക്കുന്നു, ദുർബലനാണ് എന്ന് അവൾ കാണുമ്പോൾ അവളുടെ മനസ്സിൽ നിങ്ങളോടുള്ള ബഹുമാനത്തിന്റെ സ്ഥാനത്ത് ഉത്കണ്ഠയും പിന്നീട് വെറുപ്പും ജനിക്കാൻ തുടങ്ങും. ചിന്തിച്ചു നോക്കൂ, നമ്മുടെ പക്കൽ ആയുധങ്ങൾ കുറവാണെന്ന് പറഞ്ഞ് സ്വന്തം സൈന്യത്തിനു മുന്നിൽ ഒരു രാജാവ് കരയാൻ തുടങ്ങിയാൽ ആ സൈന്യത്തിന് യുദ്ധം ജയിക്കാനാകുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ രാജാവാണ്. നിങ്ങളുടെ മുഖത്തെ വിഷമം മുഴുവൻ കുടുംബത്തിന്റെയും ഉറക്കം കെടുത്തും. നിങ്ങളുടെ അപമാനത്തെക്കുറിച്ച് ആരോടും പറയരുതെന്ന് ചാണക്യൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പുറത്ത് എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് അപമാനം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് വിഴുങ്ങുക. അത് നിങ്ങളുടെ വീടിന്റെ പടിവാതിലിനുള്ളിലേക്ക് കൊണ്ടുവരരുത്. കാരണം നിങ്ങളുടെ അപമാനത്തിന്റെ കഥ നിങ്ങൾ പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ ആശ്വസിപ്പിക്കില്ല. മറിച്ച് നിങ്ങളെ അപമാനിച്ചയാൾ നോക്കിയ അതേ കണ്ണുകളിലൂടെ അവരും നിങ്ങളെ കാണും. നിങ്ങൾ വലിയ വിശ്വാസത്തോടെ പറഞ്ഞുകൊടുത്ത അതേ ദൗർബല്യം തന്നെ സമയം വരുമ്പോൾ ആളുകൾ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും എന്നതാണ് ബന്ധങ്ങളുടെ കൈപ്പേറിയ സത്യം. ഒരു വിവാഹിതനായ പുരുഷന്റെ ബാങ്ക് ബാലൻസും അവന്റെ വിജയത്തിലേക്കുള്ള വഴിയും രഹസ്യമായിരിക്കണം. പണം എത്ര വലിയ ശക്തിയാണെങ്കിലും അതിന്റെ പ്രകടനവും അല്ലെങ്കിൽ അതിന്റെ കുറവിനെക്കുറിച്ചുള്ള വിലാപവും ഒരുപോലെ അപകടകരമാണ്. നിങ്ങൾ വളരെയധികം പണം കാണിച്ചാൽ അത്യാഗ്രഹം വർദ്ധിക്കും. ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ആളുകൾ അകന്നു നിൽക്കും. ഏറ്റവും അടുത്ത ബന്ധങ്ങൾ പോലും ആവശ്യങ്ങളുടെ തുലാസിലാണ് അളക്കപ്പെടുന്നത്. മനുഷ്യന്റെ പ്രകൃതം വളരെ വിചിത്രമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ വികാരങ്ങളുടെ പ്രവാഹത്തെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക, അവളെ ബഹുമാനിക്കുക, അവൾക്ക് ലോകത്തിലെ എല്ലാ സന്തോഷവും നൽകുക. എന്നാൽ നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ആത്മാവിലെ ആ ഇരുണ്ട കോണിന്റെ രഹസ്യം അവളോടും പറയരുത്. കാരണം സ്ത്രീകൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ചിലപ്പോൾ നിങ്ങളുടെ നാശത്തിന് കാരണമായേക്കാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞേക്കാം. ഇത് അവരുടെ കുഴപ്പമല്ല, അവരുടെ പ്രകൃതമാണ്. സ്വന്തം നാശത്തിന്റെയും കുടുംബത്തിന്റെ നാശത്തിന്റെയും എല്ലാ വഴികളും അടച്ചിടുക എന്നതാണ് ഒരു പുരുഷന്റെ ധർമ്മം. ആ ഒരു രഹസ്യമെന്താണ്? അതാണ് നിങ്ങളുടെ അടുത്ത ലക്ഷ്യം. വിവാഹത്തിനു ശേഷം പുരുഷന്മാർ പലപ്പോഴും തങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. ഞാൻ ആ ബിസിനസ് ചെയ്യും, ഞാൻ അവിടെ നിക്ഷേപിക്കും, എനിക്ക് അവിടെ നിന്ന് ഇത്ര ലാഭം കിട്ടും. നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് നിങ്ങൾ നേരത്തെ തന്നെ ശബ്ദമുണ്ടാക്കുമ്പോൾ ആ വിജയത്തിന്റെ ശക്തി പകുതിയായി കുറയുന്നു. തടസ്സങ്ങൾ പുറത്തുനിന്നു മാത്രമല്ല വരുന്നത്. തടസ്സങ്ങൾ കണ്ണീറിന്റെ രൂപത്തിൽ സ്വന്തം ആളുകളിൽ നിന്നും വരാം. അസൂയ രക്തബന്ധങ്ങളിൽ പോലും കലരുന്ന ഒരു വിഷമാണ്. നിങ്ങളുടെ പദ്ധതികൾ യാഥാർത്ഥ്യമായി ലോകത്തിന്റെ കണ്ണുകളിൽ ഉടക്കുന്നതുവരെ അത് രഹസ്യമായി സൂക്ഷിക്കുക എന്നതാണ് ചാണക്യന്റെ ആ ഇരുണ്ട രഹസ്യം. സത്യം പറയുന്നതിലൂടെ നിങ്ങൾ മഹാനാകുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സത്യം കൈപ്പേറിയതാണ്, അതെല്ലാവർക്കും ദഹിക്കില്ല. ഒരു വിവാഹിതനായ പുരുഷൻ മാന്യമായ നിശബ്ദതയുടെ ആഭരണം ധരിക്കണം. നിങ്ങളുടെ നിശബ്ദതയാണ് നിങ്ങളുടെ നിഗൂഢമായ ശക്തി. നിങ്ങൾ കുറച്ച് സംസാരിക്കുകയും കൂടുതൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വാധീനം നിലനിൽക്കും. വീട്ടുകാർ നിങ്ങളെ നിസ്സാരമായി കാണുന്നത് നിർത്തും. ഭയത്തിനും ബഹുമാനത്തിനും ഇടയിൽ നേർത്ത ഒരു രേഖയുണ്ട്. ആ രേഖയാണ് വിവരങ്ങൾ. നിങ്ങൾ എത്രത്തോളം വിവരങ്ങൾ നൽകുന്നുവോ അത്രത്തോളം നിങ്ങളെ നിയന്ത്രിക്കാൻ എളുപ്പമായിരിക്കും. ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നേരായവനായ പുരുഷനെ സമൂഹം എപ്പോഴും ചവിട്ടിയരയ്ക്കുന്നു. ചാണക്യൻ കാടിന്റെ ഉദാഹരണമാണ് നൽകിയത്. നേരെയുള്ള മരങ്ങളാണ് ആദ്യം വെട്ടിമാറ്റപ്പെടുന്നത്.
വിവാഹശേഷവും നിങ്ങൾ ഒരുപാട് ലഭ്യമാണെങ്കിൽ, വളരെ വ്യക്തമാണെങ്കിൽ, നിങ്ങളുടെ പ്രാധാന്യം അവസാനിക്കും. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ അല്പം അവ്യക്തത സൂക്ഷിക്കുക. കുറച്ച് സസ്പെൻസ് നിലനിർത്തുക. നിങ്ങളെ പൂർണ്ണമായി ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് നിങ്ങളുടെ ഭാര്യയ്ക്കും തോന്നണം. ആ ആകർഷണമാണ് ബഹുമാനത്തെ ജീവനോടെ നിലനിർത്തുന്നത്. നിങ്ങൾ പൂർണ്ണമായും വായിക്കപ്പെടുന്ന ദിവസം നിങ്ങൾ പാഴ്വസ്തുവായി വലിച്ചെറിയപ്പെടും. വാർദ്ധക്യത്തിലും വിഷമഘട്ടങ്ങളിലും നിങ്ങളുടെ ഒളിച്ചുവെച്ച പണവും നിങ്ങളുടെ മറഞ്ഞുകിടക്കുന്ന ശക്തിയും മാത്രമേ ഉപകരിക്കൂ എന്നതാണ് ജീവിതത്തിലെ കൈപ്പേറിയ സത്യങ്ങളിലൊന്ന്. നിങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുകയും എല്ലാം തുറന്നു പറയുകയും ചെയ്താൽ അവസാനം നിങ്ങൾക്ക് കുറ്റബോധം മാത്രമേ ബാക്കിയുണ്ടാകൂ. നിങ്ങളുടെ കഴിവനുസരിച്ച് മാത്രം ദാനം ചെയ്യുക, ആവശ്യമുള്ളത്ര മാത്രം രഹസ്യങ്ങൾ പറയുക എന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു. വിവാഹം ഒരു പവിത്രമായ ബന്ധമാണ്. എന്നാൽ ഈ ബന്ധത്തിന്റെ ചരടുമുറുകെ പിടിക്കാൻ നിങ്ങളുടെ കൈകളിൽ അധികാരമുണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. ആ അധികാരം വരുന്നത് വിവരങ്ങളിൽ നിന്നാണ്. വിവാഹിതരായ പുരുഷന്മാർ പലപ്പോഴും വീഴുന്ന ആ ആഴത്തിലുള്ള ഗർത്തത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാം. തങ്ങളുടെ പഴയ പരാജയങ്ങളുടെയും നാണക്കേടിന്റെയും കഥകൾ. സ്വന്തം ദൗർബല്യങ്ങൾ പറഞ്ഞ് ഭാര്യയുടെ ഹൃദയം കീഴടക്കാമെന്ന് പുരുഷൻ കരുതുന്നു. അവൻ എത്ര സത്യസന്ധനാണെന്ന് അവൾ കരുതുമെന്ന് അവന് തോന്നും. എന്നാൽ യാഥാർത്ഥ്യം ഇതിനു വിപരീതമാണ്. നിങ്ങളുടെ പഴയ പരാജയങ്ങളും മനസ്സിലെ അപകർഷതാബോധവും ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ തുറന്നു പറയരുത് എന്ന് ചാണക്യൻ വളരെ ക്രൂരമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പരാജയത്തിന്റെ കഥ പറയുമ്പോൾ കേൾക്കുന്നയാൾ അറിയാതെ തന്നെ നിങ്ങളെ ആ പരാജയത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നു. കാലം കടന്നുപോകും. സ്നേഹത്തിന്റെ മധുരം കുറയും. അപ്പോൾ അതേ പഴയ പരാജയങ്ങൾ ഒരു പരിഹാസത്തിന്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ നിർത്തപ്പെടും. ഈ സമൂഹവും നിങ്ങളുടെ സ്വന്തം ആളുകളും പോലും ഉദിക്കുന്ന സൂര്യനെ മാത്രമേ സലാം ചെയ്യുകയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ അസ്തമിക്കുന്ന സന്ധ്യയെക്കുറിച്ച് പറഞ്ഞാൽ ആളുകൾ വെളിച്ചം തേടി മറ്റെവിടെയെങ്കിലും പോകും. ഓർക്കുക, നിശബ്ദനായിരിക്കുന്ന പുരുഷനെ ഒരു സ്ത്രീക്ക് ഭയമില്ല. കണ്ണുകളിൽ ആഴവും നാവിന് കടിഞ്ഞാണുമുള്ള പുരുഷനെയാണ് അവൾ ഭയക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് ചിന്തിക്കാൻ നിങ്ങളുടെ നിശബ്ദത അവരെ നിർബന്ധിതരാക്കുന്നു. ആ ഭയമാണ് അച്ചടക്കം നിലനിർത്തുന്നത്. നിങ്ങളുടെ ഓരോ ചെറിയ ആശയക്കുഴപ്പവും ഓരോ ഭയവും ഭാര്യയ്ക്ക് മുന്നിൽ കരഞ്ഞു പറയുമ്പോൾ നിങ്ങൾ അവൾക്കൊരു നായകനിൽ നിന്ന് തരം താഴ്ന്ന് ഒരു കുട്ടിയായി മാറുന്നു. ഒരു സ്ത്രീക്കും തന്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയും, എന്നാൽ അവനെ ആശ്രയിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ചും ശത്രുവിനെക്കുറിച്ചും ഒരിക്കലും വീട്ടിൽ ചർച്ച ചെയ്യരുത് എന്നത് ചാണക്യന്റെ മറ്റൊരു ഇരുണ്ട രഹസ്യമാണ്. പുറത്ത് നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ അത് നിങ്ങളുടെ 4 ചുവരുകൾക്കുള്ളിലേക്ക് കൊണ്ടുവരരുത്. എന്തുകൊണ്ട്? കാരണം ഭയം പകരുന്ന ഒന്നാണ്. നിങ്ങൾ വീട്ടിൽ ഭയം കൊണ്ടുവന്നാൽ വീടിന്റെ സമാധാനം നശിക്കും. രണ്ടാമതായി, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ശത്രുതയെക്കുറിച്ച് അറിയാമെങ്കിൽ അവൾ അറിയാതെ തന്നെ അവളുടെ സംസാരത്തിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ നിങ്ങൾ ഉള്ളിൽ തകർന്നിരിക്കുന്നുവെന്ന സൂചന ശത്രുവിന് നൽകിയേക്കാം. പുറത്തെ തീ പുറത്തുവെച്ച് തന്നെ കെടുത്തുക എന്നതാണ് പുരുഷന്റെ ജോലി. അത് വീടിന്റെ അടുപ്പുവരെ എത്താൻ അനുവദിക്കരുത്. സത്യസന്ധതയാണ് ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ചാണക്യൻ ഇതിനെ വിഡ്ഢിത്തം എന്ന് വിളിച്ചു. അമിതമായ സത്യസന്ധത വിഷത്തിന് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നിങ്ങളുടെ മനസ്സിലെ ഓരോ മോശം കാര്യവും ഓരോ അലഞ്ഞുതിരിയുന്ന സങ്കല്പവും ഭാര്യയോട് പറഞ്ഞാൽ നിങ്ങൾ സത്യസന്ധനല്ല, മറിച്ച് വിഡ്ഢിയാണെന്ന് വിളിക്കപ്പെടും. ചില കാര്യങ്ങൾ നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ മാത്രമായിരിക്കണം. മനസ്സ് ഒരു അഴുക്കുനിറഞ്ഞ കിണറാണ്. അതിൽ പലതും വീഴുന്നു. ആ കിണറ്റിലെ മുഴുവൻ മാലിന്യങ്ങളും നിങ്ങൾ പുറത്തെടുത്താൽ നിങ്ങൾ തന്നെ വൃത്തികെട്ടവനാകും. കൂടാതെ കാണുന്നവരുടെ കണ്ണിൽ നിങ്ങൾ തരംതാഴുകയും ചെയ്യും. ഒരു വിവാഹിതനായ പുരുഷൻ ഒരു നിഗൂഢമായ കോട്ടയായിരിക്കണം. ആർക്കും മറികടക്കാൻ കഴിയാത്തത്ര ഉയരമുള്ള മതിലുകളും ആർക്കും അളക്കാൻ കഴിയാത്തത്ര ആഴവുമുള്ള ഒരു കോട്ട. വിവാഹത്തിന് ശേഷം പുരുഷന്മാർ പലപ്പോഴും തങ്ങളുടെ സാമ്പത്തിക ശേഷി വ്യക്തമായി വെളിപ്പെടുത്താറുണ്ട്. എന്റെ കയ്യിൽ ഇത്രയും സ്വർണമുണ്ട്, ഇത്രയും സ്ഥലമുണ്ട്, ഇത്രയും പണമുണ്ട് എന്ന് പറയും. ശ്രദ്ധിക്കുക, ഇത് നിങ്ങളുടെ മരണ വാറണ്ടിൽ ഒപ്പിടുന്നതിന് തുല്യമാണെന്ന് ചാണക്യനീതി പറയുന്നു. പണം ഒളിച്ചുവെച്ചിരിക്കുന്നിടത്തോളം കാലം മാത്രമേ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. പണത്തിന്റെ അളവ് പരസ്യമാകുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വന്തം ആളുകളുടെ നോട്ടം മാറും. നിങ്ങളുടെ കഴിവനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മോശം സമയത്ത് തുണയാകേണ്ടിയിരുന്ന പണം ഇപ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി ബലികഴിക്കപ്പെടും. വീട് നടത്താൻ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രമാത്രം ഭാര്യയെ അറിയിക്കുക. ബാക്കിയുള്ള നിങ്ങളുടെ സുരക്ഷാ സമ്പാദ്യം രഹസ്യമാക്കി വയ്ക്കുക. ഇതൊരിക്കലും അത്യാഗ്രഹമല്ല, ഇത് ദീർഘവീക്ഷണമാണ്. മറ്റൊരു രഹസ്യമായ കാര്യം, നിങ്ങളുടെ ആത്മീയ സാധനയും മാനസിക ശക്തിയും. നിങ്ങൾ ഉള്ളിൽ നിന്ന് എത്രത്തോളം ശക്തനാകുന്നു, നിങ്ങൾ ഏത് ദിശയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്, ഇതൊന്നും ശബ്ദമുണ്ടാക്കി പറയേണ്ട കാര്യങ്ങളല്ല. നിങ്ങളുടെ ശക്തികൾ നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അവയുടെ മൂർച്ച കുറയുന്നു. സിംഹം വേട്ടയാടുമ്പോൾ ഗർജിക്കാറില്ല എന്ന് ചാണക്യൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തികച്ചും ശാന്തമായി തന്റെ ദൂരം താണ്ടുന്നു. ഒരു വിവാഹിതനായ പുരുഷനും തന്റെ പുരോഗതിയുടെ വഴിയിലൂടെ നിശബ്ദമായി നടക്കണം. വിജയം ശബ്ദമുണ്ടാക്കുന്ന ദിവസം ലോകം മുഴുവൻ അതറിയും.
അതിനു മുമ്പ് നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളുടെ നെഞ്ചിൽ അടക്കിവെക്കുക. നിങ്ങൾ സത്യം മറച്ചുവെക്കുമ്പോഴല്ല ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നത്. കേൾക്കുന്നയാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത സത്യം നിങ്ങൾ പറയുമ്പോഴാണ് വിള്ളലുണ്ടാകുന്നത്. ഓരോ മനുഷ്യനും ഒരു പരിധിയുണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്കും ഒരു പരിധിയുണ്ട്. അവളെ അസ്വസ്ഥയാക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ആ സത്യങ്ങൾ നിങ്ങൾ അവളോട് പറഞ്ഞാൽ നിങ്ങൾ അവളുടെ സമാധാനം കവർന്നെടുക്കുകയാണ്. മറ്റുള്ളവരുടെ ഭാരം സ്വയം ചുമക്കുക, എന്നാൽ സ്വന്തം ഭാരം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക എന്നതാണ് ഒരു പുരുഷന്റെ യഥാർത്ഥ ഗുണം. ആഴത്തിലുള്ളതും ശാന്തവുമായ സ്വരത്തിൽ നിങ്ങളുടെ വേദനകൾ വിഴുങ്ങാൻ പഠിക്കുക. ആ കൈപ്പേറിയ വറ്റാണ് നിങ്ങളെ ഒരുക്കാക്കി മാറ്റുക. സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത പുരുഷന് എങ്ങനെ സ്വന്തം കുടുംബത്തെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് ചാണക്യൻ ചോദിച്ചിരുന്നു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നതിനർത്ഥം കാമത്തെ മാത്രമല്ല, സ്വന്തം നാവിനെ നിയന്ത്രിക്കുക എന്നതുകൂടിയാണ്. ഒരു വിവാഹിതനായ പുരുഷന്റെ ഏറ്റവും വലിയ രഹസ്യം അവന്റെ തന്ത്രമായിരിക്കണം. എപ്പോൾ കുനിയണമെന്നും എപ്പോൾ നിവർന്നു നിൽക്കണമെന്നും അവൻ അറിയണം. ഇത്തരം കാര്യങ്ങൾ ഇരുന്ന് പറഞ്ഞുകൊടുക്കാൻ കഴിയില്ല. അവ നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ കാണിച്ചുകൊടുക്കേണ്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ തന്ത്രങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ നീക്കങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലാകും. പിന്നെ നിങ്ങൾ ഒരു കരു മാത്രമായി മാറും, കളിക്കാരനാകില്ല. നിങ്ങളിൽ അസാധാരണമായി എന്തെങ്കിലും ഉള്ളിടത്തോളം കാലം മാത്രമേ ലോകം നിങ്ങളെ ഓർക്കുകയുള്ളൂ. കൂടാതെ സാധാരണക്കാരനാകാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എല്ലാം തുറന്നു പറയുക എന്നതാണ്. തനിക്കുള്ളിൽ ഒരു രഹസ്യം കാത്തുസൂക്ഷിക്കുന്ന പുരുഷൻ എപ്പോഴും ആകർഷണത്തിന്റെ കേന്ദ്രമായിരിക്കും. അവന്റെ ഭാര്യയും എപ്പോഴും അവനെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ അവനുമായി ഒരു ബന്ധമനുഭവിക്കുന്നു. നിങ്ങളെ പൂർണ്ണമായി അറിഞ്ഞുവെന്ന് അവൾക്ക് തോന്നുന്ന ദിവസം മുതൽ അവളുടെ മനസ്സിൽ നിങ്ങളോടുള്ള പുതുമ അവസാനിക്കും. പ്രണയം നിലനിർത്താൻ പോലും അല്പം അജ്ഞാതനായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചാണക്യൻ ചെയ്യാൻ പറഞ്ഞ ആ രഹസ്യദാനം ഏതാണ്? ആ ദാനം നിങ്ങളുടെ വികാരങ്ങളുടെ ദാനമാണ്. എന്നാൽ ആ ദാനം അതിന് അർഹതയുള്ളവർക്ക് മാത്രമേ ലഭിക്കാവൂ. പലപ്പോഴും പുരുഷന്മാർ തങ്ങളുടെ വികാരങ്ങൾ വെറുതെ വിതറിക്കൊണ്ട് നടക്കുന്നു. ശ്രദ്ധിക്കുക, എല്ലാവരുടെയും മുന്നിൽ നിങ്ങളുടെ സങ്കടം കരഞ്ഞു പറയരുത്. എല്ലാവരെയും നിങ്ങളുടെ സഹതാപമുള്ളവരായി കണക്കാക്കരുത്. വിവാഹിതനായ പുരുഷൻ മനസ്സിലാക്കേണ്ടത് തന്റെ കുടുംബം തന്റെ ചുമലുകളിലാണ് നിൽക്കുന്നതെന്നും ഹൃദയത്തിൽ രഹസ്യങ്ങൾ ഒതുക്കിവെക്കാനുള്ള ശക്തിയുള്ളപ്പോൾ മാത്രമേ ചുമലുകൾ ശക്തമായിരിക്കുകയുള്ളൂ എന്നുമാണ്. ഒരു വിവാഹിതനായ പുരുഷന്റെ അസ്തിത്വത്തെ പിടിച്ചുകുലുക്കാൻ കഴിയുന്ന ആ ഇരുണ്ട രഹസ്യത്തിലേക്ക് ഇനി കടക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരിക്കലും ശബ്ദമുണ്ടാക്കരുത് എന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു. പലപ്പോഴും പുരുഷന്മാർ വീട്ടിലെത്തുമ്പോൾ തന്നെ തങ്ങളുടെ ക്ഷീണത്തിന്റെയും ബുദ്ധിമുട്ടുകളുടെയും ഭാണ്ഡമഴിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതുവഴി തങ്ങൾക്ക് സഹതാപം ലഭിക്കുമെന്ന് അവർ കരുതുന്നു. എന്നാൽ കൈപ്പേറിയ സത്യമെന്തെന്നാൽ, വീണ്ടും വീണ്ടും നിങ്ങളുടെ നിസ്സഹായത കാണിക്കുന്നതിലൂടെ ഒരു പുരുഷൻ അറിയപ്പെടുന്ന ആ അന്തസ്സ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ഒരു സ്ത്രീ എത്ര ശക്തയാണെങ്കിലും അവൾ അവളുടെ പുരുഷനിൽ ഒരു പാറയാണ് അന്വേഷിക്കുന്നത്. ആ പാറ തന്നെ വിണ്ടുകീറാൻ തുടങ്ങിയാൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീഴാൻ അധികം സമയം വേണ്ട. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഠിക്കുക, അവ പരസ്യം ചെയ്യാനല്ല. അടുത്ത വലിയ രഹസ്യം നിങ്ങളുടെ സഹനശക്തിയുടെ പരിധിയാണ്. നിങ്ങൾക്ക് എത്രത്തോളം സഹിക്കാൻ കഴിയും എന്ന് നിങ്ങളുടെ ഭാര്യയോടോ ലോകത്തോടോ ഒരിക്കലും പറയരുത്. നിങ്ങൾ ഈ പരിധിവരെ പോയി ക്ഷമിക്കുമെന്നോ അല്ലെങ്കിൽ ഈ പരിധിവരെ പോയി സഹിക്കുമെന്നോ ആളുകൾക്ക് മനസ്സിലാകുന്ന ദിവസം ആളുകൾ ആ പരിധി വീണ്ടും വീണ്ടും കടക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ സഹിക്കാനുള്ള ശക്തി ഒരു രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. ഈ മനുഷ്യന്റെ അതിരുകൾ ലംഘിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നൊരു ഭയം എപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ അജ്ഞാതമായ ഭയമാണ് ബന്ധങ്ങളിൽ മര്യാദ നിലനിർത്തുന്നത്. മര്യാദയില്ലാത്ത സ്നേഹം അടിമത്തമായി മാറുന്നു. ചാണക്യൻ വളരെ ഭംഗിയായി വിശദീകരിച്ച മറ്റൊരു രഹസ്യകാര്യം അതാണ് നിങ്ങളുടെ അപമാനത്തിനുള്ള പ്രതികാരം. ആരെങ്കിലും നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ തരംതാഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വീട്ടിൽ ഒരിക്കലും ചർച്ച ചെയ്യരുത്. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ അപമാനത്തെക്കുറിച്ച് നിങ്ങൾ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ആ അപമാനത്തിലൂടെ വീണ്ടും ജീവിക്കുകയും നിങ്ങളുടെ കുടുംബത്തിന്റെ കണ്ണിൽ നിങ്ങളുടെ പ്രതിച്ഛായ തകർക്കുകയും ചെയ്യുകയാണ്. ബുദ്ധിമാനായ ഒരു പുരുഷൻ തന്റെ പ്രതികാരം വീട്ടാൻ വാക്കുകളല്ല, മറിച്ച് സമയമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ പദ്ധതികൾ അത്രത്തോളം രഹസ്യമാക്കി വയ്ക്കുക. നിങ്ങൾ ആക്രമിക്കുമ്പോൾ ശത്രുവിന് പ്രതിരോധിക്കാൻ പോലുമുള്ള അവസരം ലഭിക്കരുത്. നിങ്ങൾ വിജയിക്കുന്നതുവരെ നിങ്ങൾക്കുള്ളിൽ പ്രതികാരത്തിന്റെ ഏത് തീയാണ് കത്തുന്നതെന്ന് വീട്ടിൽ പോലും ആരും അറിയാൻ പാടില്ല. നിങ്ങളുടെ ശാരീരികമായ ബലഹീനതകളെയോ രോഗത്തെയോ കുറിച്ച് അധികം കൊട്ടിഘോഷിക്കരുത് എന്ന് ചാണക്യന്റെ ഇരുണ്ട രഹസ്യം പറയുന്നു. ഇത് കേൾക്കാൻ അല്പം ക്രൂരമായി തോന്നിയേക്കാം. എന്നാൽ രോഗിയായതും ദുർബലവുമായ കുതിരയുടെ മേൽ പന്തയം വയ്ക്കുന്നത് ലോകം എപ്പോഴും നിർത്തും. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, അതിന് ചികിത്സ തേടുക. എന്നാൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് വിലപിക്കരുത്. ഒരു വിവാഹിതനായ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഊർജ്ജമാണ് അവന്റെ ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങൾ എപ്പോഴും ക്ഷീണിതനും രോഗിയുമായി കാണപ്പെട്ടാൽ വീടിന്റെ അന്തരീക്ഷവും നിഷേധാത്മകമാകും. നിങ്ങളുടെ വേദന ഒറ്റയ്ക്ക് സഹിക്കാനുള്ള ശക്തി വളർത്തിയെടുക്കുക. കാരണം ഇത് കലിയുഗമാണ്.
ഇവിടെ ആളുകൾ ദുർബലർക്ക് നൽകുന്ന പിന്തുണയേക്കാൾ കൂടുതൽ അവരെ തള്ളിയിടാനാണ് ശ്രമിക്കുന്നത്. പുരുഷന്റെ ജീവിതത്തിൽ മറ്റൊരു രഹസ്യകോണുമുണ്ട്: അവന്റെ പഴയ തെറ്റുകൾ. നമുക്ക് അഭിമാനിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമ്മളെല്ലാവരും ഭൂതകാലത്തിൽ ചെയ്തിട്ടുണ്ടാകും. ചാണക്യനീതി അനുസരിച്ച് നിങ്ങളുടെ പഴയ തെറ്റുകൾ ശവക്കുഴിയിൽ തന്നെ അടക്കം ചെയ്യട്ടെ. നിങ്ങളുടെ ഭാര്യയ്ക്കു മുന്നിൽ നിങ്ങളുടെ പഴയ പരാജയങ്ങളോ സ്വഭാവത്തിലെ തെറ്റുകളോ ഏറ്റുപറഞ്ഞ് മഹാനാകാൻ ശ്രമിക്കരുത്. ഈ സത്യസന്ധത നിങ്ങൾക്ക് വലിയ വില നൽകേണ്ടിവരും. കാരണം മറ്റൊരാളുടെ നന്മകൾ മറക്കാൻ കഴിയുമെങ്കിലും അവന്റെ തിന്മകൾ എപ്പോഴും ഓർക്കുക എന്നതാണ് മനുഷ്യന്റെ പ്രകൃതം. ആ പഴയ പാടുകൾ സമയത്തിനനുസരിച്ച് മാഞ്ഞുപോകുന്നതിനു പകരം കൂടുതൽ ആഴത്തിലാവുകയും നിങ്ങളുടെ ഇപ്പോഴത്തെ സന്തോഷത്തെ വിഴുങ്ങുകയും ചെയ്യും. ഒരു വിവാഹിതനായ പുരുഷൻ തന്റെ വിശ്വാസങ്ങളും ഗുണമന്ത്രങ്ങളും രഹസ്യമായി സൂക്ഷിക്കണം. ഏത് ശക്തിയിൽ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ കരുത്ത് നേടുന്നത്? നിങ്ങളുടെ മാനസിക സമാധാനത്തിന്റെ ഉറവിടം എന്താണ്? ഇത് നിങ്ങളുടെ മാത്രം വ്യക്തിപരമായ കാര്യമാണ്. നിങ്ങളുടെ ആത്മീയ സാധനകൾ പ്രകടിപ്പിക്കുമ്പോൾ അതിന്റെ പവിത്രത കുറയുന്നു. നിങ്ങളുടെ ആന്തരിക ശക്തി ഒരു രഹസ്യമായിരിക്കട്ടെ. ഏത് കൊടുങ്കാറ്റിലും നിങ്ങൾ എങ്ങനെ ഇത്ര ശാന്തനായിരിക്കുന്നു എന്ന് ആളുകൾ അത്ഭുതപ്പെടണം. ഈ സമാധാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഓർക്കുക, ശാന്തമായിരിക്കുന്ന പാമ്പിന്റെ പക്കലാണ് വിഷമുള്ളത് എന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു. ചീറ്റുന്നതിനെ ആളുകൾ കൊല്ലുന്നു. നിങ്ങളുടെ സാമ്പത്തിക പദ്ധതികളെക്കുറിച്ച് ഒരു കാര്യം എപ്പോഴും ഓർക്കുക: നിങ്ങളുടെ നിക്ഷേപങ്ങളുടെയും സമ്പാദ്യത്തിന്റെയും ഒരു ഭാഗം ആർക്കും അറിയാത്ത വിധം മാറ്റിവെക്കുക. ഇത് വഞ്ചനയല്ല, ഇത് സുരക്ഷയാണ്. നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും വിപത്ത് വന്നാൽ ആ രഹസ്യധനമായിരിക്കും നിങ്ങളുടെ കുടുംബത്തെ തെരുവിലിറങ്ങുന്നതിൽ നിന്ന് രക്ഷിക്കുന്നത്. ചിലപ്പോൾ സ്വന്തം ആളുകളെ രക്ഷിക്കാൻ സ്വന്തം ആളുകളിൽ നിന്ന് തന്നെ രഹസ്യങ്ങൾ മറച്ചുവെക്കേണ്ടിവരും. ഇനി അവസാനത്തേതും ഏറ്റവും കൈപ്പേറിയതുമായ രഹസ്യം. ഇത് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങളുടെ ആത്മാവ് വിറച്ചേക്കാം. ഒരു വിവാഹിതനായ പുരുഷൻ തന്റെ പൂർണ്ണമായ വിശ്വസ്തതയുടെ പ്രകടനവും ചിന്തിച്ചുമാത്രം ചെയ്യണം എന്ന് ചാണക്യൻ പറഞ്ഞിരുന്നു. ഇതിനർത്ഥം നിങ്ങൾ വിശ്വസ്തനായിരിക്കരുതെന്നല്ല, മറിച്ച് നിങ്ങൾ പൂർണ്ണമായും അവളുടെ കൈപ്പിടിയിലാണെന്ന് അവൾക്കൊരിക്കലും തോന്നാൻ പാടില്ല എന്നാണ്. നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാൻ കഴിയില്ലെന്നോ അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്നോ ആർക്കെങ്കിലും ഉറപ്പാകുന്ന ദിവസം മുതൽ നിങ്ങളുടെ വില നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഒരു ചെറിയ ഭാഗം എപ്പോഴും നിങ്ങൾക്കായി തന്നെ കാത്തുവയ്ക്കുക. അത് നിങ്ങളുടേത് മാത്രമായ മറ്റാർക്കും പ്രവേശനമില്ലാത്ത ഭാഗമാണ്. ബന്ധങ്ങളിലെ ആകർഷണവും ബഹുമാനവും നിലനിർത്തുന്ന അകലമാണിത്. ഓർക്കുക, ഈ ലോകം ഒരു ചതുരംഗപ്പലകയാണ്. നിങ്ങൾ അതിലെ കളിക്കാരനും. ഒരു വിവാഹിതനായ പുരുഷന്റെ ചുമലിൽ ഒരു വീടിന്റെ മാത്രമല്ല, ഒരു തലമുറയുടെ മുഴുവൻ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ നിശബ്ദതയും രഹസ്യങ്ങളും ശക്തിയും കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. ചാണക്യന്റെ ഈ വാക്കുകൾ തീർച്ചയായും വേദനിപ്പിക്കും. എന്നാൽ ഈ സ്വാർത്ഥലോകത്തിന്റെ വിഷത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന അതേ കൈപ്പേറിയ മരുന്നാണിത്. നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ നെഞ്ചിൽ കത്തുന്ന ഒരു പന്തം പോലെ സൂക്ഷിക്കുക. അത് നിങ്ങൾക്ക് വെളിച്ചം നൽകണം, എന്നാൽ മറ്റുള്ളവരെ ഭസ്മമാക്കരുത്. ഇരുട്ട് കനത്തതാണ്, എന്നാൽ കണ്ണുകളിൽ സംയമനത്തിന്റെ തുണികെട്ടിയവന് എല്ലാം കാണാൻ കഴിയും. ഇന്നു മുതൽ നിങ്ങളോട് തന്നെ ഒരു വാഗ്ദാനം ചെയ്യുക: ആവശ്യമുള്ളത് മാത്രം സംസാരിക്കും, ലോകം കാണേണ്ടത് മാത്രം കാണിക്കുമെന്ന്. നിങ്ങളുടെ യഥാർത്ഥ ശക്തിയെ തിരശ്ശീലയ്ക്ക് പിന്നിൽ തന്നെ നിർത്തുക. കാരണം രഹസ്യം എത്രത്തോളം ആഴമുള്ളതാണോ വ്യക്തിത്വം അത്രത്തോളം ഉയർന്നതായിരിക്കും. ഇന്നത്തെ ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ പുരുഷനെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ശക്തി നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത്. ഇന്ന് ഈ ചാണക്യനീതി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആ സുഹൃത്തുമായി ഈ വീഡിയോ പങ്കിടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ തീർച്ചയായും അറിയിക്കുക. പുരുഷൻ തന്റെ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കണമെന്നാണോ നിങ്ങളും കരുതുന്നത്? അതോ ചാണക്യന്റെ ഈ ഇരുണ്ട രഹസ്യമാണോ ജീവിതത്തിന്റെ യഥാർത്ഥ സത്യം? അടുത്ത തവണ വീണ്ടും കാണാം മറ്റൊരു കൈപ്പേറിയ സത്യവുമായി. അതുവരെ ശാന്തരായിരിക്കുക, ശക്തരായിരിക്കുക.